ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഫ്രൈഡേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഒരുപാടായി ഇപ്പോൾ വലിയൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ലാലു എമ്മി മോനും കൂടി ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എമ്മി മോൻ്റെ ഹെയർ ഒന്നും കട്ട് ചെയ്യാനില്ല, ലാലു പോയപ്പോൾ ആൾ കൂടെ പോയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എവിടേക്കാണ് പോവാന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇപ്പം ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇവിടെ. സിറ്റി വാക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫ് ദ വേൾഡ് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതിന് പോകും എന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. ബാർബർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഷാലുട്ടിക്ക് ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലിലേക്കായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എമ്മിക്കുട്ടി ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. സകല തെണ്ണിപ്പോൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ സമയം മോനായിട്ട് അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിക്ക് തന്നെ പോന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷാലുട്ടി ഇനി വരാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് തന്നെ ബാൺസിൻ്റെ വലിയൊരു കഫേ കണ്ടിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ചു ഞാൻ വരുന്നത് വരെ നമ്മൾ കോഫി എന്തെങ്കിലും വാങ്ങിയിട്ട് കഫേയിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ ഈ ഒരു കോഫി ഷോപ്പിൽ കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഇരുന്ന് നമ്മൾ കോഫിക്കൊക്കെ ഓർഡർ എടുത്തു. എമ്മിക്കുട്ടി കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമ്മിക്കതാ കേക്കും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ലൈറ്റ് ആക്കണ്ട, ഷാലുട്ടി വരുന്ന വരെ നമുക്ക് ഇവിടെ ഇരിക്കാം, എമ്മിക്കുട്ടി കേക്കും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ ഇരുന്നിട്ട് എമ്മിക്കുട്ടി കേക്കൊക്കെ കഴിച്ചു. നമ്മൾ ഷാലുട്ടിൻ്റെ നേരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബാൺസിൽ പോയിട്ട് അങ്ങനെ കോഫി അങ്ങനെ കുടിക്കാറില്ല. നമ്മൾ അധികവും വാങ്ങിക്കാറുള്ളത് സ്റ്റാർബക്സ് എന്നാണ്. അപ്പം നമ്മൾ അടുത്ത് തന്നെ ഒരു ഷോപ്പ് കണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാർബക്സൊന്നും തിരഞ്ഞു പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിവിടെ ഇരുന്നിട്ട് കോഫി കുടിക്കുകയാണ് കേട്ടോ. നല്ല കൂൾ കോഫി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം. അങ്ങനെ കോഫി കുടിക്കുകയാണ്. എമ്മിക്കുട്ടി ഇതായിരുന്നിട്ട് കേക്ക് കഴിക്കുന്നുണ്ട്. എന്നും ഒരു കടമക്ക് വാങ്ങിക്കാറാണ് പതിവ്, തിന്നലില്ല. ഇന്നെന്താ അറിയില്ല, ആൾ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഒരുപാട് ചോക്ലേറ്റും നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള അടിപൊളി കേക്കായിരുന്നു. അതിനിടയിൽ ഷാലുട്ടി സിമ്മൊക്കെ എടുത്ത് ഒക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് കേക്ക് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കേക്ക് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എമ്മിക്കുട്ടിക്ക് ഒരുവിധം അടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചോക്ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് തിന്നാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ സിറ്റി വാക്കിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി നോക്കാം, ജസ്റ്റ് അവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സിറ്റി വാക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അതിൽ നമ്മൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എമ്മിക്ക് ടിക്കറ്റ് ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പാസ്പോർട്ട് ഓഫ് ദ വേൾഡ് കാണാനായിട്ട് പോകാമെന്ന് അതായിരുന്നു പ്ലാന്. പക്ഷേ ടിക്കറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഇനി അതിന് സിറ്റി വാക്കിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ സിറ്റി വാക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു 1-2 ദിവസമായിട്ടുള്ളൂ ഇത് ഓപ്പണായിട്ട്. അപ്പോൾ അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് മുന്നത്തെ പ്രാവശ്യം സിറ്റി വാക്കും അതുപോലെ തന്നെ ലിറ്റിൽ ഏഷ്യയൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മളിതുപോലെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എന്തോ പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടോക്കാം. കുറച്ച് നേരം ആ പ്രോഗ്രാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിന്ന് എല്ലായിടത്തും നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഹെമിത് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ആ ഷോപ്പിൽ കയറി ടോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ആൾ പറഞ്ഞ ടോയിനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തോ ഒരു പേര് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അതിനിടയിൽ ഒരു ബലൂണും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആൾക്ക്. ഇപ്രാവശ്യം ഒരുപാട് സ്റ്റാളുകളും ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മിക്കി മൗസ് പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര രസം. എമ്മിയും പോയി ഷെയ്ക്കനൊക്കെ കൊടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതാ ഗോസ്റ്റ് ഹൗസ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എമ്മി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആൾ പേടിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഓൻ്റെ പേടി കണ്ടിട്ട് ഇതാ അവർ വന്നിട്ട് പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എമ്മി കരയണതുകൊണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒരു ഹോട്ടലും അതുപോലെ തന്നെ തിയേറ്ററിൽ പോലൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. രണ്ടിനും ടിക്കറ്റ്, ഹോട്ടലിൽ വേണമെങ്കിൽ നമുക്ക് കയറി ഫുഡ് കഴിക്കാം, തിയേറ്ററിൽ കയറണമെന്നുണ്ടെങ്കിൽ ക്യാഷ് വേണം. പിന്നെ എമിനേറ്റൊന്നും എന്തായാലും കയറൽ നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അതിനൊന്നും കയറിയിട്ടുണ്ടെന്നില്ല. അവന് മേലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിൽ കയറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി. പിന്നെ ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എമ്മിക്കുട്ടി എപ്പോൾ വന്നാലും ഈ ഒരു ഗെയിം കളിക്കലുണ്ട്. അപ്പോൾ ഇത് വെറുതെ കളിക്കുന്ന ഗെയിമാണ്. എപ്പോൾ വന്നാലും എന്തെങ്കിലും കുഞ്ഞു ടോയൊക്കെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ കളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്നിട്ട് കണ്ട്. നമ്മളെപ്പോൾ കളിക്കുമ്പോഴും 2-3 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തപ്പോഴും ചെറിയ ചെറിയ ടോയ്സാണ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ക്യാഷ് കളയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഗെയിംസൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഗെയിംസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ നമുക്ക് എന്തെങ്കിലും ഊഞ്ഞാലാടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എമ്മിക്കുട്ടിക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സൈഡിലേക്ക് വന്നതാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പാട്ടും അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ആംബിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ എമിയും ഷാലൂട്ടിയും കൂടി ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരാൾക്കും കൂടെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എമിയും ഷാലൂട്ടിയും കൂടി കയറുകയാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇരുത്താനും പറ്റില്ല, കാരണം നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മാളിലൊക്കെ പോയിട്ട് എമിക്കുട്ടീനെ ഊഞ്ഞാലാടുമ്പോൾ വലിയൊരു കുഴപ്പമുണ്ടാവില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ചുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഷാലൂട്ടിയും ഓനും കൂടിയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എമ്മി പേടിക്കുണ്ടാവും, ആൾക്ക് ഭയങ്കര പേടിയാവും, കരയുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര കൂളായിട്ടായിരുന്നു കേട്ടോ എമ്മി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓനക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഷാലൂട്ടിയും കൂടി ഉണ്ടായപ്പോൾ ആൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൂളായിട്ട് എമ്മി നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫ്രൈഡേയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ മാറ്റി വെക്കുക. കാരണം സ്കൂളും കൂടി പോലെ തുടങ്ങിയാലേ ഓനക്ക് കളിക്കാനും ഇതിനൊന്നും ടൈമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രൈഡേ ഓനക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്കോ അങ്ങനെ എവിടേക്കെങ്കിലാണ് പോവാറുള്ളത് കേട്ടോ. ഇവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സുകളാണ്. ഗൗണുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളും കോട്ട് സെറ്റുകളൊക്കെ കണ്ടു. പക്ഷെ നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. നാട്ടിൽ പോയാലും കുറേ ഡ്രസ്സ് എടുത്തപ്പോൾ വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ സ്വീറ്റ് പൊട്ടാറ്റോ നല്ല പെപ്പറും സോൾട്ടൊക്കെ ഇട്ടിട്ട് തരും. അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ലാലുവിന്. നമ്മളെപ്പോൾ വന്നാലും നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതാ അതുകൂടെ വാങ്ങിക്കുകയാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി മെല്ലെ വീട്ടിൽ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗെയിം കളിക്കാനായിട്ട് പോവാണ് എമിയും ഷാലൂട്ടിയും കൂടിയും. എമീനെ കൊണ്ട് കഴിയൂല കേട്ടോ, പക്ഷെ ആൾക്ക് ഭയങ്കര ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ ഓനെ കരയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഷാലൂട്ടിയും രണ്ടാളും കൂടിയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പം വെറുതെ ക്യാഷ് കളയുകയാണ്. ഈ ഗെയിംസൊന്നും ശരിക്കും നമ്മളെ കൊണ്ട് കഴിയൂല കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് എറിയുമ്പോൾ അത് ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ബോൾ പോകണം. പക്ഷേ നമ്മളിങ്ങനെ എറിയണത് കൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മളെ അടുത്തേക്ക് തന്നെയാണ് ആ ബോൾ വരുന്നത്. അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങളിനി നേരെ അവിടെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഒരുപാട് ഗൗണൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഗൗണുകളായിരുന്നു. ഗൗണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് അത് നോക്കിയിട്ട് അടുത്ത് തന്നെ വെച്ചു. പിന്നെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അതുപോലെയുള്ള ഡ്രസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇനി എമി അതിന് തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ എമി അങ്ങോട്ടേക്ക് പോകാനാണ് അവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്. ഈ ഒരു അവഞ്ചേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പം നേരെ ആൾ ഇങ്ങോട്ടേക്കാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പിരിച്ചു വെച്ചതായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് എമിക്കുട്ടിക്കും ബാറ്റ്മാനും ഹൾക്കും അവരുടെ 2 കോസ്റ്റ്യൂമാണ് കേട്ടോ എമിക്കുട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ, വലിയ മാജിക് ഷോ ആണെന്ന് തോന്നുന്നു. നമ്മളതിനുള്ളിലേക്കൊന്നും കയറിയിട്ടില്ല. പിന്നെ ഇവിടെ ഈ കിൻസൻ്റെ ഒരു
പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ കോളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2-3 കോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ എന്തൊക്കെയോ വെള്ളത്തിലുള്ള എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് DJ നടക്കുന്ന അവിടേക്ക് പോയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ DJ നടക്കുന്ന അവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നല്ല ലൈറ്റിങ്ങും നല്ല അടിപൊളി സൗണ്ടും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എമ്മിക്കുട്ടിക്ക് നല്ലോണം മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. അപ്പം നടന്ന ആൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അതിനിടയിൽ നല്ല പാട്ടൊക്കെ വന്നപ്പോൾ എമ്മിക്കുട്ടി നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി കണ്ടിട്ട് നേരെ വീട്ടിൽ പോവാം, ടൈം ഒരുപാടായിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ടൈം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കര വൈബായിരുന്നു. അങ്ങനെ എന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എമ്മിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം വേണമെന്നാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ സിറ്റി വാക്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല കേട്ടോ. നമ്മൾ വെറുതെ 40 റിയാലിന് ടിക്കറ്റ് എടുത്ത് പോയെന്നേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും കാണാനില്ല. ഗെയിംസും പ്രോഗ്രാംസൊക്കെ കുറവാണ്. വെറുതെ നമ്മൾ വന്നു. ഒരു രസമില്ലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ നമ്മൾ ജസ്റ്റ് കണ്ടിറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ മസ്റ്റ് വാച്ച് എന്തായിട്ടും പോയി കാണണമെന്നൊന്നും പറയൂല, കാരണം അതിനുള്ളതൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ പോയി കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ എനിക്ക് സ്കൂളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ടൈമൊക്കെ ഇറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ദിവസങ്ങളിലൊന്നും നമ്മൾ രാത്രി പുറത്തിറങ്ങാറേ ഇല്ല. വെള്ളിയും ശനി എമ്മിക്കുട്ടിക്ക് ലീവാണല്ലോ. അപ്പോൾ ശനിയാഴ്ച ലീവായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് നൈറ്റായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എമ്മിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ കിടന്നിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് നേരെ താസജിക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടി നീറ്റ് വീട്ടിൽ പോകണം, ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല സ്വഭാവമായിട്ട് നീറ്റിട്ടുണ്ടായിരുന്നു. മുഖമൊക്കെ കഴുകി കൊടുത്ത് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ചിക്കൻ ബ്രോസ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വീട്ടിൽ പോട്ടെ. നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എമ്മിക്കുട്ടിക്കും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.